നമസ്കാരം സനോജി. നമസ്കാരം. ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് ഇന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അതെ, അതിൻ്റെ കാരണം VS അച്യുതാനന്ദനും ഒരു കള്ളൻ വിജയനുമാണ്. കള്ളൻ വിജയൻ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കേരളക്കാർക്കും ഓർമ്മ വരുന്ന ഒരു വിജയനുണ്ട്. ആ വിജയൻ്റെ കാര്യമല്ല പറയുന്നത്. ഒരു നാടക നടനും നാടകത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു കള്ളൻ വിജയനുണ്ട്. പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന് ഈ കള്ളൻ വിജയൻ എന്നുള്ള പേര് വീണ് നാടകത്തിലെ ഏതോ കഥാപാത്രമെന്നാണ്. അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല കാര്യം, അത്ര സങ്കീർണമൊന്നുമല്ല. അദ്ദേഹത്തെ കൊച്ചിലെ ചേട്ടനുമൊക്കെ മടിയിലിരുത്തി കൊച്ചു കള്ളൻ എന്ന് വിളിച്ച പേര് അദ്ദേഹത്തിന് അങ്ങ് പതിഞ്ഞുപോയി. ഇപ്പോൾ വെഞ്ഞാറമ്മൂട് അദ്ദേഹത്തിൻ്റെ സ്വദേശത്ത് വന്ന് വിജയൻ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. കള്ളൻ വിജയൻ എന്നുള്ള കാര്യമേ പേരെ അദ്ദേഹത്തിൻ്റെ അറിയാവുള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ നാടകത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമാണ് അദ്ദേഹത്തിന്. നാടക റിഹേഴ്സലിനായിട്ട് ധന്യ നാടക ഗ്രാമം എന്നുള്ളൊരു സംഘടന സ്ഥാപിക്കാനായിട്ട് സ്ഥലമൊക്കെ വെറുതെ വിട്ടുകൊടുത്ത് അത്രയും പ്രശസ്തനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ലേഖനവും ആ വാരാന്ത്യ പതിപ്പിലുണ്ടായിരുന്നു. VSൻ്റെ പഴയ സെക്രട്ടറി ആയിട്ടുള്ള KV സുധാകരൻ അദ്ദേഹം എഴുതിയിരുന്ന ഒരു ഓർമ്മക്കുറിപ്പാണ് VSൻ്റെ അനുസ്മരണമായിട്ട്. കാരണം മറ്റന്നാൾ എന്ന് പറയുമ്പോൾ ജൂലൈ 21 VSൻ്റെ ഓർമ്മ ദിനമാണ്. ഒന്നാം ഓർമ്മ ദിനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞായറാഴ്ച വാരാന്ത്യ പതിപ്പിൽ വരേണ്ടതായിരുന്നു. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ VSൻ്റെ അനുസ്മരണമുള്ള വാരാന്ത്യ പതിപ്പിൻ്റെ 4-ാം പേജിൽ കള്ളൻ വിജയൻ വെഞ്ഞാറമ്മൂട് PO എന്നുള്ള തലക്കെട്ടിലൊരു ലേഖനം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ വാരാന്ത്യ പതിപ്പ് തടസ്സപ്പെടുവാനുള്ള കാരണമായിട്ട് പറയുന്നത്. ഇത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു പശ്ചാത്തലം ഞാൻ അവതരിപ്പിക്കുകയാണ്. പക്ഷേ ദേശാഭിമാനിയുടെ നമ്മുടെ സ്വരാജൊക്കെ പറയുന്നത് അങ്ങനൊരു കള്ളൻ വിജയൻ എന്നുള്ള നാടകത്തിൻ്റെ നിരൂപണമൊന്നുമില്ല. കാരണം ഈ മാധ്യമങ്ങൾക്ക് ആദ്യം പറ്റിയൊരു ഈ കള്ളൻ വിജയൻ എന്നുള്ള പേര് നാടകത്തിൽ നിന്ന് മാത്രമാണെന്നല്ല, ഒരു നാടക നിരൂപണമായിരുന്നു ഇപ്പോൾ പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്നതെന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ലേഖനമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം പോലുള്ളൊരു ചെറിയ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു വിവരണം. അങ്ങനെ ഒരു തെറ്റ് വന്ന് അതിൽ പിടിച്ച് കയറി സ്വരാജ് ന്യായീകരിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ കള്ളൻ വിജയൻ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ദേശാഭിമാനിക്കാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹം ചിത്രവും അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രവും അവർക്ക് നൽകി. ഇന്ന് വൈകുന്നേരമായപ്പോൾ വിവാദമായപ്പോൾ അവർ വളരെ പതുക്കെ വിളിച്ച് പറഞ്ഞു ഇത് പബ്ലിഷ് ചെയ്യുന്നില്ല, പിന്നീട് ഒരിക്കലാകാമെന്നുള്ളത്. ഇത്രയുമാണ് പശ്ചാത്തലം. എന്തു തോന്നുന്നു, ആരാണ് VS? ഒരു കാര്യം കൂടി എടുത്തു പറയാം. ഓർമ്മയുണ്ടോ ആ കടലിരമ്പം എന്നായിരുന്നു VSൻ്റെ അനുസ്മരണത്തിൻ്റെ തലക്കെട്ട് ദേശാഭിമാനിയിൽ വരേണ്ടിയിരുന്നു. വളരെ വികാരനിർഭരമായൊരു കുറിപ്പാണ് KV സുധാകരന് എഴുതിയതെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ കണ്ടിട്ടില്ല, കാരണം പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ, പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്തു തോന്നുന്നു ഈ വിവാദത്തെക്കുറിച്ച്? അല്ല, ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നുള്ളത്. ആ രീതിയാണ് ഇന്ന് പത്രത്തിന് സംഭവിച്ചത്. കാര്യം ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് ഒരു വാരാന്ത്യ പതിപ്പ് മൊത്തത്തിൽ ബ്ലോക്ക് ആകുന്ന ഒരവസ്ഥ. ഈ നേരത്തെ അറിയാനുള്ള പത്രമാണ്. പക്ഷെ നേരെ അറിഞ്ഞപ്പോൾ അത് അതിലും നേരത്തെ അത് അങ്ങനത്തെ അവസ്ഥയായിപ്പോയി. അപ്പോൾ പണ്ട് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, നേരത്തെ അറിയാൻ അറിഞ്ഞത് നേരാണോ എന്നറിയാൻ മറ്റു പത്രങ്ങൾ വായിക്കണം. ഇത് അല്പം താമസിച്ചു പോയല്ല. അപ്പോൾ ഈ പത്രം തന്നെ കില്ല് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ഒരു സൺഡേ സപ്ലിമെന്റ് വാരാന്ത്യ പതിപ്പ് തന്നെ കില്ല് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ദേശാഭിമാനിക്ക് ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത്. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ദേശാഭിമാനി പത്രം എന്ന് പറയേണ്ടത് അല്ലേ? ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സംഭവ വികാസങ്ങൾ, ചൂടുപട്ടി മുതൽ തുടങ്ങുന്നു ഇങ്ങോട്ട് ഹോട്ട് ഡോഗ്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പുതിയ അധ്യായമായി ഇതും കൂടെ എഴുതി ചേർത്താൽ മതി. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആണെന്ന് മാത്രം. ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ മനോജ് പറഞ്ഞ പോലെ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയിൽ 50-ലധികം പ്രൊഫഷണൽ നാടകങ്ങളിലൂടെ താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മുൻ നാടക നടൻ കൂടിയായ ഈ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. തൻ്റെ കയ്യിലുള്ള ഭൂമി വിട്ടു നൽകി നാടക പ്രവർത്തകർക്ക് താമസവും ഭക്ഷണവും സൗജന്യ പരിശീലന സ്റ്റേജും ഒരുക്കിയ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഫീച്ചറിനാണ് കള്ളൻ വിജയൻ എന്ന വിവാദ തലക്കെട്ട് പത്രം നൽകിയത്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഒന്നുകൂടി വിശകലനം ചെയ്യുമ്പോൾ ശരിക്കും ഇതിനകത്ത് ഒരുപാട് അന്തരാർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വശത്ത് കടലിരമ്പം അധികമാരും പെട്ടെന്ന് ഓർക്കില്ല. കാര്യം വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടി സമ്മേളനം നടക്കുന്ന സമയത്ത് വിഭാഗീയത അങ്ങ് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ കടലിരമ്പത്തെക്കുറിച്ചുള്ള പിണറായി വിജയൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ഡയലോഗ് വരുന്നത് അല്ലേ? ഒരു കുട്ടി കടലിലേക്ക് നോക്കുമ്പോൾ തിരയടിക്കുന്നതും അത് പിന്നെ ബക്കറ്റിലേക്ക് ആ വെള്ളം എടുത്ത് വെക്കുമ്പോൾ തിര അടിക്കുന്നില്ല. അപ്പൊ കുട്ടി ചോദിക്കുകയാണ്, പിണറായി വിജയന്റെ ടൂണിൽ തന്നെ പറയുകയാണ്, എന്താണ് അത് തിരയടിക്കാത്തത് എന്താണ്? അപ്പോൾ ആ കുട്ടിയുടെ കരച്ചിലായി ബഹളമായി. കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്, അതിൽ നിൽക്കുമ്പോൾ മാത്രമേ
ആ തിര ഉണ്ടാവുള്ളൂ. അല്ലാതെ വരുമ്പോൾ ആ തിരയില്ല, ശാന്തമാണ്, അത് തിര ഒന്നും ഇല്ലാതെ നിൽക്കും. ഇത് VS-നെ വളരെയധികം കുത്തി ഊന്നി പറഞ്ഞ ഒരു ഡയലോഗാണ്. ഇത് അക്കാലത്ത് വളരെയധികം പ്രശസ്തമായ അന്നത്തെ ചാനൽ ചർച്ചകളിൽ, അന്ന് ഇതുപോലുള്ള ഈ ചാനൽ ചർച്ചകളല്ല, ഈ വാരാന്ത്യ പ്രോഗ്രാമുകളാണ്. അപ്പോൾ ആ വാരാന്ത്യ ആഴ്ചവട്ടം, നേർക്കാഴ്ച എന്നൊക്കെ പേരിലുള്ള പലവിധ പ്രോഗ്രാമുകളിൽ ഇത് നിറഞ്ഞു നിന്ന കടലിരമ്പം എന്നൊക്കെ പറഞ്ഞ് തലക്കെട്ടിട്ട്. അതെ അതെ. തിരിച്ചതുപോലെ VS-ന്റേതും പ്രശസ്തമായ ഡയലോഗുകളുണ്ട്. ഈ VS-ന് ഒരു പ്രത്യേകതയുണ്ട്. ഈ അന്ന് നമ്മുടെ PR വകുപ്പിൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം നടക്കുമ്പോൾ, അത് കഴിഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ അങ്ങറ്റം കഥകിൻ്റെ അടുത്തൊരു പ്രത്യേക ഒരു കോണുണ്ട്, VS കോൺ എന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രശസ്തമായ കൗണ്ടർ ഡയലോഗുകളെല്ലാം അടിച്ചിട്ടുണ്ട്. അതെ അതെ. മാധ്യമ സിൻഡിക്കേറ്റിന്റെ കാര്യം പറയുന്നതും ഈ മറ്റേ സാന്റിയാഗോ മാർട്ടിനുമായിട്ടുള്ള ഇടപാടിന്റെ സമയത്തുള്ള വിവാദമായ പ്രസ്താവനകൾ, അത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് ആ ഒരു കോണിൽ ചെന്ന് നിന്നുകൊണ്ടാണ്. അപ്പോൾ വെറുതെ ഒന്ന് ഓർത്തുന്നതേ ഉള്ളൂ. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നൊസ്റ്റാൾജിയാണ്, പഴയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോൾ ഈ പിണറായി വിജയൻ അന്ന് പറഞ്ഞ ഈ കടലരമ്പം, അതുകൊണ്ട് ഈ കടലരമ്പം എന്നുള്ള ഒരു ടൈറ്റിലും തൊട്ടടുത്ത് തന്നെ കള്ളൻ വിജയൻ എന്നുള്ള ഒരു ഇതും കൂടെ വരുമ്പോൾ അതിൽ 2 ഷെയ്ഡ് കൃത്യമായി ഇത് ഗ്രഹിച്ചെടുക്കുന്നവർക്ക് ഗ്രഹിച്ചെടുക്കാം. അതെ അല്ലേ? ഇപ്പോഴത്തെ കാലത്ത് ഗ്രഹിച്ചെടുക്കുന്നവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് പരസ്യപ്പെടുത്തുകയും സമൂഹ മാധ്യമങ്ങൾ ആണ് ഇതിന്റെ ഒരു എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യം. ഈ മറ്റ് മുഖ്യധാര മാധ്യമങ്ങളെക്കാളും എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യം സമൂഹ മാധ്യമങ്ങളാണ്. ഈ ഒരു വിഷയം വരുമ്പോൾ ഇതിനെ എങ്ങനെ വേണോ ട്വിസ്റ്റ് ചെയ്യപ്പെടാം. ട്വിസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഇത് പാർട്ടിക്ക് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒന്നാമത് പാർട്ടി വലിയ അധപതനത്തിലോട്ട് പൊക്കോണ്ടിരിക്കുക. ഈ അപജയത്തിൽ നിന്ന് എങ്ങനെ കരകയറാമെന്ന് കൂലങ്കുശമായി ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ഇപ്പോൾ പരിപ്പോടയും ഈ പറയുന്നത് പോലെ കട്ടൻചായൊന്നും ഇല്ല, എന്നിട്ട് കൂടിയും കൂലങ്കുശമായ ചർച്ച നടക്കുകയാണ്. എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വാരാന്ത്യ പതിപ്പ്. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ VS-ന്റെ ഓർമ്മ ദിനം വരാനിരിക്കെ ഇങ്ങനെ അതിന് തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച പാർട്ടിയുടെ മുഖപത്രത്തിലെ വാരാന്ത്യ പതിപ്പിൽ ഇത്തരത്തിൽ ഒരു വലിയ അബദ്ധം വരുന്നു. അതുകൊണ്ട് ആ വാരാന്ത്യ പതിപ്പ് തന്നെ പിൻവലിക്കുന്ന ഒരു കാഴ്ച, ഇത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള CPM-നുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെച്ചിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മനോജി, സനോജി ഇപ്പോൾ പറഞ്ഞൊരു അബദ്ധമെന്ന് സനോജി പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഒരു മറുവശമായിട്ടൊരു ചർച്ച ഒരു വശത്തു കൂടി നീങ്ങുന്നുണ്ട്. സനോജി ഇത് തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാകും. പുത്തലത്ത് ദിനേശൻ എന്ന ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു കളിയും കൂടിയാണ് ഇത് നടക്കുന്നത്. മനഃപൂർവ്വം വരുത്തിയൊരു അബദ്ധമാണ്. കാരണം പുത്തലത്ത് ദിനേശൻ്റെ പേരിൽ ഇപ്പോൾ തന്നെ പാർട്ടിയുടെ തലപ്പത്തുള്ള നേതാക്കന്മാർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പ്രശ്നം വെച്ച് പുത്തലത്ത് ദിനേശൻ എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ മനസാക്ഷിപ്പ് സൂക്ഷിപ്പുകാരിൽ ഒരാൾ തന്നെയാണ്. കാര്യം ഈ ശബരിമല യുവതീ പ്രവേശനത്തിന്റെ ആ വേളയിലൊക്കെ ശരിക്കും അവിടെ എങ്ങനെ യുവതികളെ കയറ്റാം, കനകദുർഗയും ബിന്ദു അമ്മണിയും അവിടെ രാഖി രാമാനം എങ്ങനെ എത്തിക്കാം എന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയതും ആ പദ്ധതി പിണറായി വിജയന് വേണ്ടി നടപ്പിലാക്കിയതുമൊക്കെ ഈ പുത്തലത്ത് ദിനേശനാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന പുത്തലത്ത് ദിനേശന്റെ നിർദ്ദേശം അനുസരിച്ചാണ് അന്ന് ഈ ഓപ്പറേഷൻസ് മൊത്തം നടത്തിയത്. ഞാനത് അദ്ദേഹം ആരാണെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ ചീഫ് എഡിറ്റർ ആയിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് സംഭവിച്ചതല്ല. ഇതിന് പിന്നിൽ ഈ പറഞ്ഞതുപോലെ പഴയ വിഭാഗീയത ഇപ്പോഴും അതിശക്തമായി അതിരൂക്ഷമായി നിലകൊള്ളുന്നുണ്ട്. കിട്ടിയ അവസരത്തിന് പണി കൊടുക്കുക എന്നുള്ള ഒരു നയം അവിടെ നടന്നു എന്നുള്ളതാണ്. അതെ, പ്രത്യേകിച്ച് പുത്തലത്ത് ദിനേശനെ പ്രതി ഈ വിഴിഞ്ഞം അദാനി പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആ ഷെയർ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് ജൂൺ 5-ന് വന്ന ഒരു ലേഖനത്തെ സംബന്ധിച്ച് വലിയ അതൃപ്തി പാർട്ടി നേതൃത്വത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് പാർട്ടിക്ക് വലിയ പ്രതിരോധത്തിലാവേണ്ടി ഇപ്പം മറ്റു മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പത്രത്തിന്റെ ഉള്ളടക്കത്തിൽ അരാഷ്ട്രീയവാദ ചർച്ചകൾ കടന്നുകൂടിയെന്ന സാങ്കേതിക ന്യായവാദം ഉയർത്തിയാണ് ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശനെ പ്രതിരോധത്തിലാക്കാൻ പാർട്ടിയിലെ ഔദ്യോഗിക ചേരി കരുക്കൾ നീക്കുന്നതെന്നാണ് പുതിയ ഈ എന്താ പറയാ സോഷ്യൽ മീഡിയയുടെ വ്യാഖ്യാനം. അപ്പോൾ ഒരു ചോദ്യം വരുന്ന, ആരാണ് ഈ ഔദ്യോഗിക ചേരി? പിണറായി വിജയനാണോ? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ എങ്ങനെ ഈ പുത്തലത്ത് ദിനേശൻ അപ്രിയനായി? ഇപ്പോൾ അവിടെ അത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം പ്രസക്തമാണ്. അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ വിവാദത്തിന്റെ മറ്റൊരു തരം, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അബദ്ധത്തിന് മേൽ അബദ്ധം എന്ന് സംഭവിക്കുന്നു എന്ന് പറയും. ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തോടുകൂടി പുത്തലത്ത് ദിനേശ് മുഖ്യമന്ത്രിക്കെതിരെ, അതായത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം ഈ ധാർഷ്ട്യവും ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയുമാണ് പരാജയത്തിന് കാരണമെന്ന് പുത്തലത്ത് ദിനേശ് കുറിച്ചിരുന്നു. ഇതൊക്കെ പ്രകടമായിരുന്നു, ആ സമയത്ത് തന്നെ പ്രകടമായിരുന്നു. ഇതിപ്പോ ഒന്നുകൂടി പ്രകടമായിട്ട് വരികയാണ്. അടിവരയിടുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അതെ അതെ അതെ. ഇനി
ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി മറ്റൊരു വിഭാഗത്തിൻ്റെ ഒരു അഭിപ്രായമുണ്ട്. ഒരു ചെറിയ വിഭാഗമാണ്. അവർ പറയുന്നത് ഇതിലും ഭേദം ആ വാരാന്ത്യ പതിപ്പങ്ങ് പ്രസിദ്ധീകരിച്ച് ഭണ്ഡാരമടങ്ങി പോട്ടെ എന്ന് വിചാരിക്കുന്നതായിരുന്നു. അതിനും അപ്പുറത്തേക്ക് വിവാദങ്ങൾ ഇപ്പോൾ കത്തിപ്പടരുകയാണ്. പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒരു 2 ചിരിക്കുള്ള അവസരമുണ്ടാക്കി, കണ്ടില്ലേ കടലിരമ്പം കള്ളൻ വിജയൻ എന്ന് പറഞ്ഞങ്ങ് പോകുമായിരുന്നു എന്നാണ് അവരുടെ അഭിപ്രായം. സനോജിക്ക് എന്ത് തോന്നുന്നു? അല്ല, ഇനിയിപ്പോൾ കള്ളൻ വിജയൻ്റെ കടലിരമ്പം എന്നുള്ളൊരു ഒറ്റ ടൈറ്റിൽ ലേഖനമാക്കി മാറ്റും അത്. അതപ്പോൾ എന്തായാലും പാർട്ടി വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങളെല്ലാം പാർട്ടിക്ക് വിവാദമായിട്ട് ഈ കാലിൽ കുരുങ്ങിയ വള്ളി പാമ്പായി മാറുന്നു എന്ന് പറഞ്ഞതുപോലെ സത്യത്തിൽ അതല്ല പ്രയോഗം, അരഞ്ഞാണം പാമ്പായി മാറുന്നു എന്നുള്ളതാണ് യോജിക്കുന്ന ഒരു പ്രയോഗം. ഒരു 2 പതിറ്റാണ്ട് മുമ്പ് നിറഞ്ഞു നിന്ന വിഭാഗീയത, ആ വിഭാഗീയതയിലെ നെടുന്തൂണായി നിന്ന 2 പേർ, വി എസും പിണറായി. പക്ഷേ ഇപ്പോൾ 2 നൂറ്റാണ്ടിനപ്പുറം അതിൽ ഒരു വ്യക്തി ഇന്ന് ജീവിച്ചിരിക്കില്ല. എന്നിട്ടും ഈ വിഭാഗീയത വീണ്ടും പ്രകടമാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ പുതിയ തലമുറയിലെ അണികൾ ഇത് വീണ്ടും ഏറ്റെടുക്കുകയാണ്. അവർ പക്ഷം തിരിഞ്ഞുകൊണ്ട് ഇത് വീണ്ടും വലിയ വഴിവെക്കുകയാണ്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ പുത്ര ദിനേശിന്റെ കുറിപ്പ് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ CPM എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ള പാർട്ടിയുടെ ഒരു അന്തർധാര അവർ പരിശോധിക്കുമ്പോൾ ഈ മൊത്തത്തിൽ എന്താണ് സംഭവിച്ചത്, ഈ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാരണം. പിന്നെ ഭരണവിരുദ്ധ വികാരം, ഒപ്പം ഈ ജനങ്ങളിൽ നിന്നുള്ള അകൽച്ച, ഇതൊക്കെ പ്രകടമായ കാര്യങ്ങൾ തന്നെയാണ്. ഇത് കൃത്യമായി കോൺഗ്രസിനെ സഹായിച്ചു, അവർക്ക് വലിയ ഭൂരിപക്ഷത്തോടെ ഭരണത്തിൽ വരാൻ സാധിച്ചു എന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞ നാൾ മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. ഓരോ മാധ്യമങ്ങളുടെ വിലയിരുത്തലായി ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തലായി നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ സത്യമാകുന്ന രീതിയിൽ തന്നെയാണ് പാർട്ടി പ്രവർത്തകരും പറയുന്നത്. ഇത് നേരത്തെ അറിയാനും നേരറിയാനും ഉള്ള മാധ്യമമാണെന്ന് അവർ പറയുമ്പോൾ ഇപ്പൊ ചില നേരുകളൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് അതിലൊരു എടുത്തു പറയേണ്ട കാര്യം. അത് അറിയരുതേ എന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവസാനമായിട്ട് ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ പാർട്ടി ചിലപ്പോൾ രക്ഷപ്പെടുക. അതെ, അവർ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ പാർട്ടി രക്ഷപ്പെടുകയായിരുന്നു. അവസാനമായിട്ട് VS അച്യുതാനന്ദൻ എന്തായാലും പാർട്ടിയെ വീണ്ടും വേട്ടയാടുകയാണ്. അദ്ദേഹം എല്ലാ കാലത്തും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മറുപക്ഷത്തെ വേട്ടയാടിയിരുന്നു, ഇപ്പോഴും അത് വേട്ടയാടുകയാണ്. അങ്ങനൊരു ചർച്ച ഉയർന്നു വരുമ്പോൾ VSന് കേന്ദ്ര സർക്കാർ നൽകിയ പത്മവിഭൂഷൺ അവാർഡും വീണ്ടും ചർച്ചയാവുകയാണ്. കാരണം പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് VSൻ്റെ മകനത് സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ സ്വീകരിക്കാതിരുന്ന VSൻ്റെ മകൻ ഇപ്പോൾ അനാഥനായി പെരുവഴിയിലാണ്. അത് കാരണം കിട്ടേണ്ടിയിരുന്ന പത്മയും കിട്ടിയില്ല, പാർട്ടിയുടെ പത്രത്തിൽ കിട്ടേണ്ട ഒരു ആദരവും കിട്ടിയിട്ടില്ല. എല്ലാ രീതിയിലും VS എന്നുള്ള സമുന്നതനായ നേതാവ് തഴയപ്പെടുകയാണ്, അദ്ദേഹം അനാദരിക്കപ്പെടുകയാണെന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു തെളിവ് കൂടി മാറുകയാണ്. തീർച്ചയായിട്ടും. അല്ലെങ്കിലും ഈ കമ്മിക്കൂട്ടങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് സ്ഥിതി എന്നുള്ളത് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പിണറായി വിജയനെ പോലൊരു വ്യക്തിയുടെ ഏറ്റവും ഒരു എന്താ പറയുക രൂക്ഷമായൊരു വൈര്യനിര്യാതര ബുദ്ധി, മരിച്ചിട്ടും തീരുന്നില്ല പക എന്നുള്ള തരത്തിലാണ് ഈ വേട്ടയാടലെന്ന് ചിലപ്പോൾ തോന്നിപ്പോകുന്നു, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഈ വിഷയം എങ്ങനെ വികസിക്കും ഇനി എന്തായാലും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അടുത്ത 5-6 ദിവസത്തേക്കുള്ള അന്തിച്ചർച്ചയ്ക്കുള്ള വഴി തുറന്നു വഴിയായി. നാളെ ലോകകപ്പ് ഒന്ന് കഴിഞ്ഞാൽ വീണ്ടും അവർ ഈ വിഷയം ഏറ്റെടുത്തോളൂ. ഇപ്പോൾ തന്നെ അതിന്റെ ഇടയിൽ അവർ തിരികുന്നുണ്ട്. പറ്റുമെങ്കിൽ നാളെ ലോകകപ്പ് വിജയം കഴിഞ്ഞാൽ മെസ്സിയോ ആരെങ്കിലും കൂടെ ഈ ചർച്ചയ്ക്ക് ഇരുത്തിയിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാനായിരിക്കും അവർ ശ്രമിക്കുക എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും പാർട്ടിയുടെ ഗോവിന്ദൻകുട്ടി സാറിൻ്റെ ടൈം ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടൈം ബെസ്റ്റ് ടൈം എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. എന്തായാലും ഈ വിഷയം എങ്ങനെ വികസിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നമ്മൾ ശ്രദ്ധിച്ച് വീണ്ടും ചർച്ചകൾ ആവശ്യമാണെങ്കിൽ ചർച്ചകൾ വീണ്ടും കാണാം. വളരെ നന്ദി സനോജ് ജി. നമസ്കാരം.